ഹായ് ഹലോ, അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? സുഖമാണോ? ഇന്നും ക്ലീനിങ് വീഡിയോ തന്നെയാണ്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ അത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അത് ഒഴിവാക്കണം അല്ലേ. ഇന്ന് ഞാനിതാ എൻ്റെ കുറച്ച് ഡ്രസ്സെല്ലാം ഒഴിവാക്കാൻ പോകുന്നത്. എൻ്റെ റൂമിലെ അലമാരയിൽ ആവശ്യമില്ലാത്ത കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെക്കാൻ തന്നെ ഞാൻ തൽക്കാലം അതിനുള്ളൊരു സൗകര്യം ഉണ്ടാക്കിനേന്. പിന്നെ വിചാരിച്ചു മതി, എന്തിനാണ് ആവശ്യമില്ലാതെ ഇതൊക്കെ ഇവിടെ എന്തിനു വെക്കുന്നു, കളയുന്നല്ലേ നല്ലത്. പിന്നെ പഴയതൊന്നും അങ്ങനെ ആർക്കും കൊടുക്കാനൊന്നും പറ്റൂല. പഴയത് കൊടുത്തതിനെ കൊണ്ടൊരു കാര്യമില്ല. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു നന്മ പ്രതീക്ഷിച്ചിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത് കൊടുക്കുന്നതാണ്, അതായത് ഏറ്റവും നല്ലത് കൊടുക്കുന്നതാണ് ഉത്തമം. അല്ലാതെ പഴയത് കൊടുക്കുന്നതിനെക്കാട്ടി പഴയത് കൊടുക്കുന്നതിൽ ഒരു കാര്യമില്ല. അത് ഒഴിവാക്കാന്നല്ലാണ്ട് അല്ലേ. അങ്ങനെ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അകത്തുനിന്നെല്ലാം വലിച്ചിട്ട് ഞാൻ പുറത്ത് ഇട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എൻ്റെ പുതിയ പഴയ ഷാളുകളൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ പഴയ കുറേ അബായകളൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ 2 മിനിറ്റ് അവിടെ ഇരുന്ന് ആലോചിച്ച്, ഇനി ഞാൻ ഇത് ഇടുവോ, ഇത് ഇവിടെ വെക്കണ, ഇതിനെ കൊണ്ട് എനിക്ക് കാര്യമുണ്ടോ ഇല്ലാലോ, എന്നാൽ പിന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. വെറുതെ അല്ല, പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കുന്നില്ല, തൽക്കാലം എൻ്റെ റൂമിൽ നിന്ന് ഞാൻ ഒഴിവാക്കുന്നുണ്ട്. എന്നാൽ പിന്നെ എനിക്ക് അലമാരയിലെ സൗകര്യം ഉണ്ടാകും. തൽക്കാലം മേലയിലെ ഒരു പെട്ടിയിൽ ഇതെല്ലാം കൊണ്ട് ഇടാം. എന്നാൽ പിന്നെ നമുക്ക് ക്ലീനിങ്ങിൻ്റെ എന്തെങ്കിലും ആവശ്യം വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് എടുക്കാമല്ലോ. ഒന്നുമില്ലെങ്കിൽ വീട് എന്നെല്ലാം പറയുമ്പോൾ എപ്പോഴെങ്കിലും കൂടുമ്പോൾ പണിക്കാരൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ആവശ്യം വന്നാൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതെല്ലാം മേലയിലെ ഒരു പെട്ടിയിലാണ് കൊണ്ടിടാൻ പോകുന്നത്. കുറേ ഷാളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇത് ഇടുമെന്ന് ചെയ്യില്ല, പിന്നെ വെറുതെ ഇട് വെച്ചിട്ട് കാര്യമില്ല അല്ലേ. ആവശ്യമില്ലാത്ത സാധനങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കാമെന്നല്ലാണ്ട് വെറുതെ അത് നമുക്കൊരു തലവേദനയാണ് അല്ലേ. ഉള്ള സൗകര്യം കുറക്കും. ഇതേപോലെ തന്നെ ആവശ്യമില്ലാതെ കുറേ പേപ്പറുകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അതും ഇതേപോലെ ക്ലീനാക്കുന്ന സമയത്ത് എല്ലാം ഞാൻ ഒഴിവാക്കി. കാരണം വെച്ചാൽ വൃത്തിയോടല്ലേ അതെല്ലാം കാണുമ്പോൾ അല്ലേ. അങ്ങനെ ഇതാ ഇനി കിച്ചൺ ക്ലീനിങ് ആണ്. ഇത് ഞാൻ വേറെ ഒരു ദിവസം എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു. അപ്പം മേലയിലുള്ള കബോർഡ്സിലായ ഒരു പാക്കൊക്കെ നല്ലതുപോലെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ക്ലീനാക്കി എടുക്കുകയാണ് പോകുന്നത്. വീഡിയോ എടുക്കുന്നത് അനിയത്തിൻ്റെ മോനാണ്, ചെറിയ മോനാണ്. അപ്പോൾ വീഡിയോ അവിടെ ഇവിടെ കാട്ടിപ്പിടിക്കുകയും ചെയ്യുന്നത്, ഒരു ലെവലിൽ പിടിക്കുന്നില്ല. ഇതെല്ലാം പിന്നെ ദിവസം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. 2 ആഴ്ച കൂടുമ്പോൾ ഇതെല്ലാം ഒന്ന് തുടച്ചെടുക്കുക. പിന്നെ അങ്ങ് കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കൂല. അന്നേരം പിന്നെ നമുക്ക് തന്നെ ഒന്നൊന്നര പണി കിട്ടും. അതുമല്ല, ചെയ്യുന്ന പണിക്കൊരു വൃത്തി ഉണ്ടാവില്ല, മൂടും ഉണ്ടാവില്ല, ഒന്നിനൊരു ആവേശം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് കൂട്ടി വെക്കാൻ നിൽക്കൂല. ഇങ്ങനെ 1 ആഴ്ച 2 ആഴ്ച കൂടുമ്പം ക്ലീനാക്കി എടുക്കുക ചെയ്യുക. വലിയ ക്ലീനിങ് ഉണ്ടാവില്ല. എന്തായാലും ഈ ഒരു സൈഡിലെല്ലാം ചെറുതായിട്ട് പൊടികളൊക്കെ ഉണ്ട്, അത് വലിച്ചാൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. പിന്നെ കൂട്ടി വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പം മേലയിൽ വരുന്ന കബോർഡൊക്കെ ആയാലും നമ്മളതങ്ങ് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ അകവും പുറവും ഒക്കെ നമുക്ക് സമയം കിട്ടുമ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കുക അല്ലേ. അങ്ങനെ ഇതാ ഇതും കൂടി എനിക്ക് ക്ലീനാക്കി എടുക്കാനുണ്ട്. അതായത് ഇതിൽ ഇട്ട് വെച്ചിട്ടുള്ള എല്ലാ മസാലപ്പൊടികളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏതോ 2-3 ബാക്കിയുണ്ട്. ചായപ്പൊടി, ചെറിയ ജീരകം, കടുക്. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒന്ന് കഴിയാതെ പോലെ തോന്നിക്കുന്നുണ്ട്. അതായത് ഞാൻ ഇങ്ങനത്തെ പൊടികളൊക്കെ വേറെയും കണ്ടെയ്നറിൽ ഇട്ട് വെക്കാറുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് തീരാത്തത്. പിന്നെ അതുമല്ല, വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊടി കയറിയത് പെട്ടെന്ന് മനസ്സിലാകും. വയറ്റിന് ആ ഒരു സുഖേടുണ്ടല്ലോ, മറ്റുള്ളത് പോലെ അല്ലല്ലോ. അപ്പം അത് കൈയോടെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ കാണാനൊരു വൃത്തി കുറഞ്ഞ പോലെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ഒരു പൊടികൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അല്ലാതെ എല്ലാ പൊടികളും കഴിയുന്നത് വരെ കാത്തു നിന്നാൽ പിന്നെ മറ്റുള്ളതെല്ലാം വൃത്തികേടായിട്ട് കിടക്കും.
വൃത്തികേടെന്ന് വെച്ചാൽ പൊടി കയറിയതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവുമല്ല. ഞാൻ പിന്നെ കിച്ചൺ ടവൽ വെച്ചിട്ട് അങ്ങനെ പൊടി തുടച്ചെടുക്കുകയെ ചെയ്യാറ്. ഇന്ന് വിചാരിച്ച് എല്ലാ പൊടികളും ഏകദേശമൊക്കെ ആയിട്ടുണ്ട്, ഇനി 2-3 കഴിയാനുള്ളൂ. അത് തൽക്കാലം വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം കഴുകിയെടുക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി കാണാനൊരു വൃത്തി കിട്ടുമല്ലോ, നല്ല തിളങ്ങി നിൽക്കുമല്ല. പിന്നെ എൻ്റെ ഒരു സംശയം മാത്രമാണ് ഇത്, ചില ആളൊക്കെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വൈറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് അത്രയും ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നത്? കിച്ചൺ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതാണ്, ചിലപ്പം തട്ടി മറിയൊക്കെ ചെയ്യുമല്ലേ. ഒരു തവണ മാറ്റില്ലെങ്കിൽ എത്ര സൂക്ഷിച്ചാലും മറിയാണ്ടിരിക്കുമോ? മറിയില്ലേ? ചിലപ്പം മറിയില്ല. അപ്പോൾ അതിൻ്റെ കറ അവിടെ പിടിക്കുന്നുണ്ടോ? ഒന്ന് പറയണേ. നമ്മളടുത്തെത്തിയാലേ നമുക്കെല്ലാം മനസ്സിലാകും. പക്ഷെ എന്നാലും ഞാൻ വിചാരിക്കും ചില ആളെങ്ങനെയാണ് ഈ വയറ്റിൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന്. പിന്നെ നമ്മളിങ്ങനെ ഷോനൊക്കെ കിച്ചണമെങ്കിൽ പ്രശ്നമില്ല, കുക്ക് ചെയ്യുന്നതാകുമ്പോൾ എന്തായാലും ക്ലീനാക്കി എടുക്കാനൊരു ബുദ്ധിമുട്ടില്ലേ. ഈ മാർബിള് പോലെ അല്ലല്ലോ. മാർബിൾ എന്ന് വെച്ചാൽ നമ്മളെ കാലിൻ്റെ അടിക്കൊക്കെ മണ്ണൊക്കെ ഉണ്ടെങ്കിലേ പ്രശ്നം ഉണ്ടാവും, അത് അവിടെ ഇവിടെയൊക്കെ പിടിക്കും. പക്ഷേ കൗണ്ടർ ടോപ്പിൽ വൈറ്റ് ആകുമ്പോൾ കറിയൊക്കെ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ചാൻസിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കറ പിടിക്കൂലേ. അപ്പം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിയാൽ, എന്നിട്ട് അധികം വിചാരിക്കും എങ്ങനെയാണ് ഈ ചില ആളൊക്കെ വയറ്റിൽ കൊടുക്കുന്നതെന്ന്. അവരൊക്കെ സമ്മതിക്കണം, ക്ലീനാക്കി എടുക്കാം. എന്നാലും പിന്നെ കറ പിടിച്ചിട്ടുണ്ടെങ്കിലോ എനിക്ക് പിന്നെ അങ്ങനത്തെ ഓരോ സംശയങ്ങളുണ്ടാകും. ഞാൻ ഇങ്ങനെ വീട്ടിൻ്റെ എല്ലാം പണിയെടുക്കുന്ന സമയത്ത് കൂടുതലായി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡ്, പിന്നെ മാർബിള് പ്യുവർ വൈറ്റ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു പിന്നെ തവാല്, പിന്നെ ഈ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ അതവാല് മണ്ണൊക്കെ പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ, മണ്ണൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ പൊടി പറയാൻ പറ്റില്ല, ചിലപ്പോൾ പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് ക്ലീനാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ വയറ്റിലെല്ലാം പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് കാണിക്കൂലേ. പിന്നെ നമ്മൾ എത്ര ക്ലീനാക്കിയാലും വെള്ളക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ ഇത് ഓരോന്നും നല്ല അടിപൊളിയായിട്ട് ഞാനിതാ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം എടുത്തിട്ട് സ്റ്റോർ റൂമിലെ കൗണ്ടർ ടോപ്പിൽ കൊണ്ടുവെക്കും. നല്ലോണം ഡ്രൈ ആയി കിട്ടണം, എന്നാൽ മാത്രമേ അടുത്ത പൊടികൾ ഇതിലേക്ക് ഇട്ട് വെക്കാൻ പറ്റും. അഥവാ വെള്ളാറ്റും ഇതിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മസാലപ്പൊടികൾ പെട്ടെന്ന് അങ്ങ് പൂത്തു പോകും, വെള്ളം തട്ടിയാൽ. പിന്നെ അതുകൊണ്ട് നല്ലോണം ഡ്രൈ ആയി കിട്ടണം. പിന്നെ എനിക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു, അഥവാ അതിൻ്റെ കളർ അവിടെ പിടിച്ച് പോവുക. ഒന്നാമത് വൈറ്റല്ലേ, പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. പ്ലാസ്റ്റിക് എല്ലാം ആകുമ്പോൾ അവിടെ പിടിച്ച് പോകുന്ന ഒരു പ്രശ്നമല്ല, ഇതിനങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഒരുപാട് കമൻറ്റ് വരുന്നത് ഇതാണ്, ഇത് എവിടുന്നാണ് വാങ്ങിച്ചത് ഇതാന്ന്. ഇത് ഞാൻ റാസൽ ഗെയിമിലെ ഡേറ്റ് എന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ അവിടെ പോയാൽ കിട്ടാതെ സാധനങ്ങളില്ല. സത്യം പറയാല കണ്ണങ്ങ് തള്ളിപ്പോവും, അത്രയും അടിപൊളിയാണ്. അവിടുത്തെ എല്ലാ കിച്ചൺ ഐറ്റംസ് എല്ലാം അടിപൊളി തന്നെയാണ്, നല്ല ഉണ്ട്. അത് പോയാൽ എന്താ പറയുക, നമുക്ക് ഏതെങ്കിലും ഒന്ന് അവിടുന്ന് എടുത്തു പോകും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, ഇതിൽ കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല തന്നെയാണ്. പിന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഇത് എൻ്റെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും മുട്ടല് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും അല്ലാ പൊളിഞ്ഞു പോയോളിന്ന്. പിന്നെ ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല, നല്ല വെയിറ്റ് ഉണ്ടല്ലോ. പിന്നെ ഇതിൽ പിന്നെ സ്പൂണ് വരുന്നില്ല കേട്ടോ, സ്പൂണും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് അടിപൊളിയായിരിക്കും. പിന്നെ എക്സ്ട്രാ സ്പൂണ് നമ്മൾ വേറെ വാങ്ങിക്കണം, അതും ചെറിയ സ്പൂണ് കിട്ടണം, എന്നാൽ മാത്രമേ ഇതിൽ കണക്കാവും. ചെറുതിൽ പിന്നെ ഞാൻ സ്പൂണൊന്നും ഇട്ട് വെക്കാറില്ല, വലുതിൽ ഇട്ട് വെക്കാറുള്ളൂ. വലുത് 3 ചെറുത് 4 ആയിട്ടാണ് വരുന്നത്. നല്ലതല്ലേ നമ്മളെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വെക്കാൻ, കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് എടുക്കാനും നല്ല തന്നെയാണ്. പൊടിയെല്ലാം പെട്ടെന്ന് തന്നെ എടുക്കാമല്ലോ, അങ്ങും ഇങ്ങൊന്നും നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. പിന്നെ